ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. ഹാട്രിക് അടിക്കുമോ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്? IPL താരലയത്തിലെ മിന്നും പ്രകടനത്തോടു കൂടി ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടാണ് KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ തങ്ങളുടെ 17ാം IPL സീസൺ ഇറങ്ങാൻ പോകുന്നത്. 5 കിരീടങ്ങൾ നേടിയ മുംബൈ ഇന്ത്യൻസിനും ചെന്നൈ സൂപ്പർ കിങ്സിനും ശേഷം ഒരു കിരീടത്തിൽ കൂടുതൽ കിരീടങ്ങളുള്ള ടീമാണ് KKR. 2 കിരീടങ്ങളാണ് ഇതിനോടകം തന്നെ അവർ നേടിയിട്ടുള്ളത്. 2012-ലും 2014-ലും ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ലെജൻഡ് ക്യാപ്റ്റനായിരിക്കാണ് ഇരു കിരീടങ്ങളും KKR സ്വന്തമാക്കിയിട്ടുള്ളത്. സോ ഇത്തവണ വമ്പൻ താരനിരയുമായിട്ടാണ് KKR IPL 17ാം സീസൺ അഭിമുഖീകരിക്കുന്നത്. നായകൻ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യരാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ലേലത്തിലടക്കം മിന്നും താരങ്ങളെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി 24.5 കോടി രൂപയ്ക്ക് ഓസ്ട്രേലിയൻ പേസ് ബൗളറായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്കിനടക്കം ഇന്നലെ KKR സ്വന്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് 2 കിരീടം നേടിത്തന്ന തങ്ങളുടെ പഴയ ക്യാപ്റ്റൻ കൊൽക്കത്തയുടെ സ്വന്തം നായകൻ ഗൗതം ഗംഭീർ തവണ അവരുടെ മെൻറ്ററായി മടങ്ങിയെത്തിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാക്ടിക്സ് തന്നെയായിരുന്നു ഇന്നലെ താരലേലത്തിൽ KKRൻ്റെ മെയിനായിട്ട് ഓപ്ഷൻ സ്ട്രാറ്റജി. സോ KKRൻ്റെ ഫുൾ സ്കോർ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, നിതീഷ് റാണ, റിങ്കു സിംഗ്, അഫ്ഗാനിസ്ഥാൻ ബാറ്റർ റഹ്മാനുള്ള ഗുർബാസ്, ഇംഗ്ലീഷ് ബാറ്റർ ജേസൺ റോയ്, വെസ്റ്റ് ഇൻഡീസ് താരം സുനിൽ നരൈൻ, സുയാഷ് ശർമ്മ, അനുകുൽ റൈ, വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ആൻഡ്ര റസൽ, വെങ്കടേഷ് അയ്യർ, ഹർഷിത് റാണ, വൈഭവ് അറോറ, ഇന്ത്യൻ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി. ഇതിന് മുന്നോടിയായി KKRൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. KKRനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത താരം ആരൊക്കെയായിരിക്കുന്നു. സോ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു KKRനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ സ്കോഡിൽ റഹ്മാനുള്ള ഗുർബാസ് മാത്രമായിരുന്നു റീറ്റെയിൻ ചെയ്ത താരങ്ങളിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് വന്നിട്ടുള്ളത്. സോ മെയിനായിട്ട് ഒരു വിക്കറ്റ് കീപ്പർ അവർ ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100% കൺഫേം ആക്കിക്കൊണ്ട് KS ഭരത്തിനെ ഇന്നലെ KKR സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ KS ഭരത്. പുറമെ യുവ പേസ് ബൗളറായിട്ടുള്ള ചേതൻ സക്കറിയ 24.5 കോടി IPL താരലേലം കണ്ട ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ഇന്നലെ മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയൻ പേസ് ബൗളറെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ യുവതാരമായിട്ടുള്ള അങ്ക്രിഷ് രഘുവൻഷി, രമൺദീപ് സിംഗ്, കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായിരുന്ന യുവതാരം രമൺദീപ് സിംഗ്, വെസ്റ്റ് ഇൻഡീസ് താരമായിട്ടുള്ള ഷർഫൻ റൂദർഫോർഡ് ആൻഡ് മനീഷ് പാണ്ഡെ, ഗൗതം ഗംഭീർ നായകനായിരുന്നപ്പോൾ ഗൗതം ഗംഭീർ KKRൻ്റെ നായകനായിരുന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം IPL കിരീടം നേടിയ KKR ടീമിൽ അംഗമായിരുന്ന മനീഷ് പാണ്ഡെ ഇത്തവണ KKRലേക്ക് വീണ്ടും ഗൗതം ഗംഭീർ എന്ന അദ്ദേഹം മെൻറ്ററായി മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കാരനെ മനീഷ് പാണ്ഡെ മടങ്ങിയെത്തുകയാണ്. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ സ്പിന്നറായിട്ടുള്ള മുജീബുർ റഹ്മാൻ, ഗസ് അറ്റ്കിൻസൺ, സക്കീബ് ഹുസൈൻ എന്നിവരെയാണ് KKR ലേലത്തിലൂടെ സ്വന്തമാക്കിയതുൾപ്പെടെ KKRൻ്റെ ഫുൾ സ്കോഡ് എന്ന് പറയുന്നത്. സോ ഹാട്രിക് അടിക്കാൻ കെൽപ്പുള്ള ടീം തന്നെയാണ് ശ്രേയസ് അയ്യറിൻ്റെ കീഴിൽ ഇത്തവണ പുതിയ IPLലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഗൗതം ഗംഭീർ എന്ന മാസ്റ്റർ ബ്രെയിൻ ലൈനിന് പുറത്തു നിന്ന് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ KKRനെ സംബന്ധിച്ച് തങ്ങളുടെ ഹാട്രിക് കിരീടം വിദൂരമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മൈ സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും.